കണ്ണിലെ കൃഷ്ണമണി പോലെ പൊതിഞ്ഞു പിടിച്ച് പൊന്നു പോലെ ഞങ്ങൾ വളർത്തിയ ഞങ്ങളുടെ അനിയത്തിയാണവൾ. പ്രേമമൊന്നും പ്രണയമൊന്നും പറഞ്ഞ് പിന്നാലെ നടന്ന് നീ അവളെ ഞങ്ങളിൽ നിന്ന് അടർത്തിക്കൊണ്ട് പോയത് ഇതുപോലെ കഷ്ടപ്പെടുത്താനായിരുന്നോടാ? ഞങ്ങളുടെ വീട്ടിലെ രാജകുമാരി ഇന്ന് നിന്റെ വീട്ടിലെ വേലക്കാരി ആയല്ലോടാ. നാണമില്ലേ നിനക്ക്? താലി കെട്ടിയവളെ പണിക്ക് വിട്ട് കേസും കൂട്ടവുമായി നടക്കാൻ. നിനക്ക് ഇത്രയെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ അവളെ നീ ഞങ്ങൾക്ക് തന്നെ തിരിച്ചു താടാ. ഞങ്ങൾ നോക്കിക്കോളാം, യാതൊരു കുറവും ഇല്ലാതെ. നിന്നെ ഉപേക്ഷിച്ചവൾ വരുന്ന നിമിഷം മുതൽ അവൾ ഞങ്ങളുടെ രാജകുമാരി തന്നെയാണ്. നിന്നെ നിന്റെ കുടുംബത്തെ മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടാത്തത്. ഞങ്ങളുടെ പെങ്ങളെ അല്ലാതെ ഞങ്ങളുടെ അന്തസ്സിനും കുടുംബ മഹിമയ്ക്കും ചേരാത്ത നിന്നെ ഞങ്ങൾക്ക് വേണ്ട. നീ നന്നായിട്ടൊന്ന് ആലോചിക്കേ. ഇനിയും നിന്റെ സ്നേഹത്തിൽ കുരുക്കിയിട്ട് പാവം ഞങ്ങളുടെ പെങ്ങളുടെ നല്ലൊരു ജീവിതം നശിപ്പിക്കണമെന്ന്. നെഞ്ചിൽ കത്തിക്കൊണ്ട് കുത്തിയെന്നപ്പോൾ കഠിനമായ വാക്കുകൾ പറഞ്ഞ് കടന്നു പോകുന്നവരെ നിതിൻ വേദനയോടെ നോക്കി നിന്നു. തിരിച്ചു പറയാൻ മറുപടി ഒന്നുമില്ല. മാത്രമല്ല, അവർ പറഞ്ഞതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. എതിർത്തു പറയാൻ യാതൊരു മറുപടിയുമില്ല തൻ്റെ കയ്യിൽ. അമ്പയെ തകർന്നടിഞ്ഞ് തല താഴ്ത്തി നിൽക്കുന്ന തനിക്ക് എന്ത് മറുപടി? ഓർമ്മകൾ നൽകിയ വേദനയാൽ എന്നവണ്ണം നിതിനിലൊരു വേദന നിറഞ്ഞ ചിരി വിരിഞ്ഞു. മാളവിക, തൻ്റെ മാളു, രാജകുമാരി ആയിരുന്നു അവൾ. അവളുടെ വീട്ടിലെയും പിന്നെ അവളുടെ പ്രിയപ്പെട്ട മൂന്നേട്ടന്മാരുടെയും. കോളേജിൽ തൻ്റെ ജൂനിയർ ആയിരുന്നു അവൾ. സമ്പത്തിൻ്റെ യാതൊരു അഹങ്കാരവുമില്ലാത്ത നിഷ്കളങ്കയായ പെൺകുട്ടി. എപ്പോഴാണ്, എന്നു മുതലാണ് അവളോട് തനിക്ക് ഇഷ്ടം തോന്നി തുടങ്ങിയതെന്നറിയില്ല. താൻ പോലും അറിയാതെ അവൾ തന്നിൽ നിറയുകയായിരുന്നു. തൻ്റെ പ്രണയത്തെ അവളും സ്വീകരിച്ചപ്പോൾ പിന്നീട് തങ്ങളുടെ പ്രണയകാലമായിരുന്നു. എല്ലാം തകിടം മറിഞ്ഞത് അച്ഛൻ്റെ അപകട മരണത്തോടെയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ കുടുംബത്തിൻ്റെ ഭാരം ചുമലിൽ വന്നപ്പോൾ താൻ പതറിപ്പോയിരുന്നു. തൻ്റെ പരിചയക്കുറവ് കൊണ്ട് അച്ഛൻ്റെ ബിസിനസ് തകർച്ചയിലേക്ക് നീങ്ങിയപ്പോൾ താൻ വീണ്ടും പതറിപ്പോയി. ഇതിനിടയിലാണ് തങ്ങളുടെ ബന്ധം പറഞ്ഞ മാളുവിൻ്റെ വീട്ടുകാർ അവൾക്ക് വിവാഹം ആലോചിച്ചു തുടങ്ങിയത്. താൻ ചെന്നവളെ തനിക്ക് തരാൻ പറഞ്ഞെങ്കിലും ആട്ടിയിറക്കി വിട്ടു അവളുടെ വീട്ടുകാർ തന്നെ. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ പതറി നിന്ന തൻ്റെ മുന്നിലേക്ക് മാളു വന്നു നിന്നത് അവളുടെ വീടിനെയും വീട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ചായിരുന്നു. അവളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് ഒരുമിച്ചൊരായിരം സ്വപ്നം കണ്ട് ജീവിച്ചു തുടങ്ങുന്ന നേരമാണ് വിധി പിന്നെയും വില്ലനായി വന്നത്. അമ്മയുടെ പതിവായുള്ള ക്ഷീണവും തളർച്ചയും ക്യാൻസറിൻ്റേതായിരുന്നു എന്ന തിരിച്ചറിവ് താളം തെറ്റിച്ചത് തൻ്റെ ജീവിതത്തെ ആകെയാണ്. ചികിത്സയ്ക്കായി ചിലവഴിച്ചത് സഹോദരിയുടെ വിവാഹത്തിനായി മാറ്റിവെച്ച പണമായിരുന്നു. അമ്മയുടെ ചികിത്സാ കാലയളവിൽ തന്നെ സഹോദരിക്ക് നല്ലൊരു വിവാഹം ശരിയായി വന്നതും ആകെ ഉണ്ടായിരുന്ന വീടും സ്ഥലവും പണയപ്പെടുത്തി അവളുടെ ജീവിതവും സുരക്ഷിതമാക്കി. ഇപ്പോൾ തന്നിൽ ആകെ അവശേഷിക്കുന്നത് കുറേ കടകളും തളർന്നൊരു മനസ്സും മാത്രമാണ്. അച്ഛൻ്റെ ബിസിനസ് തിരിച്ചുപിടിക്കാൻ കഴിയില്ല എന്ന കുറ്റബോധത്തിൽ നീറുന്നുണ്ട് മനസ്സ്. അതിനിടയിലാണ് വെറുതെ ഇരുന്നാൽ മടിച്ചാവുമെന്ന് പറഞ്ഞ് വീടിനടുത്തുള്ള ഒരു ഷോപ്പിൽ മാളു ജോലിക്ക് പോയി തുടങ്ങിയത്. ചെറുതെങ്കിലും തനിക്കൊരു സഹായം, അതാണ് അവൾ ഉദ്ദേശിച്ചതെന്ന് തനിക്കറിയാം. അതിനാണ് മാളുവിൻ്റെ ഏട്ടന്മാർ വന്ന് ഇത്രയും തന്നെ പറഞ്ഞു പോയത്. ഓർമ്മയുടെ കുത്തൊഴുക്കിൽ അറിയാതെ നിതിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. തന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ തനിക്കൊപ്പം ഒരു ജീവിതം തുടങ്ങിയതിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിക്കുന്നുണ്ടവൾ. അവൻ ഓർത്തു. ഭാരം തിങ്ങിയ മനസ്സുമായി വീട്ടിലെത്തിയ നിതിൻ ആരെയും ശ്രദ്ധിക്കാതെ മുറിക്കുള്ളിലേക്ക് പോയി. അമ്മയോട് എന്തോ പറഞ്ഞുകൊണ്ട് ആടിന് തീറ്റ കൊടുക്കുന്ന മാളുവിനെ കണ്ടതും അവളുടെ ഏട്ടന്മാർ പറഞ്ഞതൊക്കെയും അവൻ്റെ ഉള്ളിലേക്ക് വീണ്ടും വന്നു. പലവിധ ചിന്തകൾ മനസ്സിൽ നിറഞ്ഞതും അവനിലൊരു നിരാശ വന്നു നിറഞ്ഞു. ഒന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തവണ്ണം അവനിലാകെ നിരാശ മാത്രം നിറഞ്ഞു നിന്നു. ജീവിതം മടുത്തവന് തോന്നുന്ന ഒരുതരം നിരാശ. പൂർണ്ണചന്ദ്രൻ പൂർണ്ണ ശോഭയോടെ മാനത്ത് പ്രകാശം പൊഴിച്ചു നിൽക്കും നേരം ഇതുവരെ ഇല്ലാത്ത വിധം മാളുവിലേക്ക് തൻ്റെ പ്രണയത്തെ പകരുകയായിരുന്നു നിതിൻ. അവൻ്റെ വേഗതയിലും ഇറുക്കം കൂടിയ പുണരലുകളിലും പലപ്പോഴും മാളു വശം കേട്ടു. ഇക്കഴിഞ്ഞ നാളുകളിലൊന്നും ഇത്ര ആഴത്തിൽ നിതിൻ മാളുവിനെ പ്രാപിച്ചിട്ടില്ല. പലപ്പോഴും അവൻ്റെ കരുത്തിൽ തളർന്ന അവശയായി മാളു അവനെ ദയനീയമായി നോക്കിപ്പോയിരുന്നു. ഒടുവിൽ എപ്പോഴും തന്നിലെ പ്രണയത്തിൻ്റെ അവസാന കണികയും മാളുവിന് പകർന്നു നൽകി നിതിൻ അവളിലേക്ക് തന്നെ തളർന്നു വീണു. തൻ്റെ പ്രണയമേറ്റ് തളർന്നുറങ്ങുന്നവളെ മതിവരാതെ വീണ്ടും വീണ്ടും നോക്കിയിരുന്നപ്പോൾ നിതിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കണേ മോളെ. ഈ ഒരു ജന്മത്തിൽ ഇനി നമ്മൾ തമ്മിലൊരു കൂടിച്ചേരലോ കൂടിക്കാഴ്ചയോ ഇല്ല. ഞാനെന്ന ഭാഗ്യദോഷിയോടൊപ്പം നിനക്കൊരു സന്തോഷമുള്ള ജീവിതം പോലും കിട്ടില്ല. ഞാനില്ലാതെയായാൽ നീ എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയതെല്ലാം നിനക്ക് തിരികെ കിട്ടും. പോവാണ്, പൊറുക്കണം. അവളുടെ നെറുകയിലൊരു മുത്തവും നൽകി കയ്യിൽ കരുതി വിഷക്കുപ്പിയുമായി നിതിൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ മാളു ഇതൊന്നും അറിയാതെ സുഖനിദ്രയിലായിരുന്നു. കണ്ണുകൾ തുറക്കുമ്പോൾ നിതിനൊരു ആശുപത്രി മുറിക്കുള്ളിലായിരുന്നു. ശരീരത്തിൽ ഘടിപ്പിച്ച അനേകം വയറുകളിലൂടെ അവൻ്റെ കണ്ണുകളൊന്ന് തെന്നി നീങ്ങി. താൻ മരിച്ചില്ല എന്ന ചിന്ത ഉള്ളിൽ വന്നതും അവൻ്റെ കണ്ണുകൾ പരിഭ്രമത്തോടെ ആ മുറിക്കുള്ളിൽ കറങ്ങി.
കാൽഭാഗത്തായി അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്ന മാളുവിൽ അവൻ്റെ കണ്ണുകൾ തറച്ചുവെങ്കിലും അവൾ അവനെ നിസ്സംഗതയോടെ നോക്കിയിരുന്നു. നിതിൻ പലവട്ടം അവളോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾ ഒരിക്കൽ പോലും അവനെ കേൾക്കാൻ നിന്നില്ല. ഒരു ഉറക്കം കഴിഞ്ഞ് മാളു നോക്കിയപ്പോൾ അരികിൽ തന്നെ കാണാത്തത് കൊണ്ട് നടത്തിയ തിരച്ചിലാണ് തന്നെ ആശുപത്രി മുറിയിൽ എത്തിച്ചതെന്ന് നിതിൻ ഇതിനിടയിൽ അറിഞ്ഞു. ആശുപത്രിയിൽ നിന്ന് വന്ന് മാസം 1 കഴിഞ്ഞിട്ടും മാളു നിതിനോടുള്ള അകലം തുടർന്നു പോന്നു. താൻ ആശുപത്രിയിൽ ബോധം പറഞ്ഞു കിടന്ന നാൾ മാളുവിനെ കാണാനും കൂടെ കൊണ്ടുപോകുവാനുമായി വന്ന അവളുടെ ആങ്ങളമാരെ അവൾ ആട്ടി ഓടിച്ച കഥയെല്ലാം അമ്മ പറഞ്ഞ് നിതിൻ അറിഞ്ഞിരുന്നു. മാളു തന്നോട് അത്ര പെട്ടെന്നൊന്നും ക്ഷമിക്കില്ല എന്ന് നിതിന് മനസ്സിലായി. എല്ലാം ഉപേക്ഷിച്ച് തനിക്ക് വേണ്ടി മാത്രം വന്നവളെ പാതിയിൽ ഉപേക്ഷിച്ചു പോവാൻ തോന്നിയ ബുദ്ധിശൂന്യതയെ അവൻ പലപ്പോഴും പഴിച്ചു. ദിവസങ്ങൾ മെല്ലെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. നിധി, മോനെ. അമ്മയുടെ ഉറക്കെയുള്ള വിളി കേട്ട് ഉമ്മറത്തേക്ക് ചെന്ന നിതിൻ കണ്ടത് മാളുവിനൊപ്പം സന്തോഷത്തോടെ നിൽക്കുന്ന അമ്മയാണ്. മോനേടാ, മാളുവിന് വിശേഷമുണ്ടടാ. നമ്മുടെ വീട്ടിലൊരു വാവ വരുന്നു. വരുന്ന കുഞ്ഞിൻ്റെ ഭാഗ്യം കൊണ്ടാണ് അച്ഛൻ്റെ ബിസിനസ് നമുക്ക് തിരിച്ചു കിട്ടിയത്. അമ്മ പറഞ്ഞത് കേട്ട് നിതിൻ സന്തോഷത്തോടെ മാളുവിനടുത്തേക്ക് ചെന്നെങ്കിലും അവൾ അവനെ ശ്രദ്ധിക്കാതെ മുറിയിലേക്ക് നടന്നു. മാളു, മോളെ, എന്നോട് ക്ഷമിക്കടി. ഒരു തെറ്റ് പറ്റിയതാണ്. എന്നെ വിശ്വസിച്ച് കൂടെ വന്ന നിന്നെ ഏതവസ്ഥയിലും ഞാൻ തനിച്ചാക്കാൻ പാടില്ലായിരുന്നു. നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് പൂർത്തിയാക്കാതെ കരഞ്ഞുകൊണ്ട് നിതിൻ അവളുടെ കാൽച്ചുവട്ടിലേക്ക് ഇരുന്നതും കൂടെ കരഞ്ഞുകൊണ്ട് മാളു അവനെ കെട്ടിപ്പിടിച്ചു. എന്ത് സ്നേഹം കൊണ്ടാണെങ്കിലും എന്നെ തനിച്ചാക്കി പോയിട്ടല്ല അത് തെളിയിക്കേണ്ടത്. ഏതവസ്ഥയിലും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ ജന്മം എടുത്തത് ഏട്ടൻ മരിക്കാൻ ഉറപ്പിച്ച രാത്രിയിലാണ്. അന്ന് ഏട്ടൻ മരിച്ചിരുന്നുവെങ്കിൽ പിന്നെ ഞാനുണ്ടോ? നമ്മുടെ കുഞ്ഞുണ്ടോ? അവൾ കരഞ്ഞുകൊണ്ട് അവനെ തല്ലിയും ചീത്ത പറഞ്ഞും ഓരോന്നായി പറയുമ്പോൾ അവർക്കിടയിലെ പിണക്കത്തിൻ്റെ മഞ്ഞുമല ഉരുകുകയായിരുന്നു. ഇനി അവർ ജീവിക്കട്ടെ അവരുടെ പുതിയ സന്തോഷങ്ങളുമായി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.